ഷിജി, ഓണല്ലേ? അതെ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഓണാശംസകൾ അറിയിക്കണ്ടേ? അതെ അതെ, തീർച്ചയായും. അമ്മ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ എന്താ പരിപാടി ഇനിയിപ്പം? ഓണത്തിന്, ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് കുറേ തരുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഓണം, പ്രവാസികളായി വന്നതിന് ശേഷമുള്ള ഓണം എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് ഫ്രണ്ട്സൊക്കെ വരും. ഒരു 10-25 ആൾക്കാർ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. വീട്ടിൽ തന്നെ ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഞാനും ഗിരിയേട്ടനും കൂടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരും കൂടെ കഴിച്ച്, പിന്നെ കുറച്ച് കുടുംബക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ നിൽക്കുന്ന കുറച്ച് അമ്മാവൻ്റെ മക്കളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ച് കുറച്ച് ഫ്രണ്ട്സും ഒക്കെ കൂടെ എല്ലാ പ്രാവശ്യവും വരുന്ന ആളുകൾ, അങ്ങനെ ഞങ്ങളൊരു 10-25 ആൾക്കാർ. അതൊരു സന്തോഷമാണ്. ഒരു സന്തോഷം, അതൊരു സന്തോഷമാണ്. അപ്പോൾ അത് ആള് ഈ ഓണത്തിനും വിഷുവിനും ഒക്കെ ആള് വന്നില്ലെങ്കിലാണ് എനിക്ക് സങ്കടം. അപ്പൊ അതൊരു സന്തോഷമാണ്. അവരോരോ വിഭവങ്ങളും കഴിച്ചിട്ട് ഇത് കൊള്ളാം, തിരിച്ചു പോകുമ്പോ ആ പാചക കല പറയുമ്പോണ്ടല്ലോ നമുക്ക് ആ ഒരു വേർത്തുണ്ടാക്കിയതിൽ ഒരു കാര്യം. അതെ, അതൊരു സന്തോഷമാണ്. പിന്നെ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് നാട്ടിലത്തെ ഓണം അത് വേറെ ഒരു രീതി തന്നെയാണ്. എപ്പോഴും ഈ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് പിന്നെ എക്സാം ആയിരിക്കും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പൂ പറിക്കാനുള്ള കവറുകളൊക്കെ ബാഗിൽ വെച്ചിട്ടായിരിക്കും സാധാരണ പോവാറ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ പൂക്കളൊക്കെ പലതരത്തിലുള്ള കൊങ്ങിണി പൂക്കളും പിന്നെ ആ വെള്ള നിറത്തിലൊക്കെ കളറിൽ പല തരം ഒക്കെ പറിച്ച്, അതെ, അതൊക്കെ പറിച്ച് പിന്നെ കവറിലാക്കി വന്ന് പിറ്റേ ദിവസം ഈ രാവിലെ കുളിച്ച് ചാണകം മെഴുകി പൂവിട്ട് കഴിയുമ്പോ ഉണ്ടാവുന്നൊരു സന്തോഷം. പക്ഷെ അന്ന് ഈ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ മുന്നിലിരുന്ന് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഞാനിട്ട പൂക്കളം ഇങ്ങനെയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനോ ഇല്ലെങ്കിലും അതൊരു സന്തോഷാണ്. ആ മുറ്റത്തെ ആ മഴ പെയ്യും. കാരണം വയനാട് എന്ന് പറയുമ്പോൾ എപ്പോഴും പിന്നണിയിൽ മഴയുണ്ടാവും. അപ്പൊ മഴക്കാലമായിരിക്കും. ആ മഴയത്ത് ഇങ്ങനെ പൂക്കളിൽ ഇങ്ങനെ മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ അതൊരു ഭംഗി. അപ്പൊ ഈ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആണല്ലോ ഓണം വരിക. ഓണത്തിന്റെ ദിവസം എന്താ വെച്ചാൽ എല്ലാരും വീട്ടിലുള്ള ഒരു ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം അച്ഛന് കച്ചവടമാണ്, അമ്മ അംഗൻവാടിയിലാണ്, ഞങ്ങളെല്ലാം സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് പഠിക്കുന്നു. അപ്പൊ എല്ലാവരും വീട്ടിലുണ്ടായിട്ട് ഒരുമിച്ച് ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഉണ്ടുന്ന ഒരു ദിവസമാണ് ഈ ഓണം വിഷു എന്നൊക്കെ പറയുന്നത്. അവിടെയും ഞങ്ങൾക്ക് ഏട്ടന്റെ ഫ്രണ്ട്സ് വരും, എന്റെ ഫ്രണ്ട്സ് വരും, ഷീമേന്റെ ഫ്രണ്ട്സ് വരും. അപ്പൊ അങ്ങനെ വീട്ടിലും നിറച്ച ആൾക്കാരുണ്ടാവും. പിന്നെ വീടിനടുത്തൊരു കോളനി ഉണ്ട്, അവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്നവർ, അങ്ങനെ അവരും നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ നല്ലൊരു ഓണാണ് ഞങ്ങൾക്ക്. ചെറുപ്പത്തിലൊരു ഓണം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള പുതിയ ഉടുപ്പൊക്കെ. കാരണം ഇന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കളർ സാരിയോ അല്ലെങ്കിൽ ചുരിദാറോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുക്കും. അന്നത്തെ സമയത്ത് ഈ ഓണം വിഷു ഒക്കെ വരുമ്പോഴാണ് നമുക്ക് പുതിയ ഡ്രസ്സ് കിട്ടുന്നത്. അപ്പൊ പിന്നെന്താ വെച്ചാ സ്കൂളിലേക്ക് പോകുമ്പോ യൂണിഫോം മതി, ആകെ ഒരു ദിവസം മാത്രമേ കളർ ഡ്രസ്സ് ഇടേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ ഒരുപാട് ഡ്രസ്സുകളൊന്നും ഇല്ലാത്തൊരു കാലം. അപ്പൊ ഈ ഓരോ ദിവസം ഈ പുതിയ പിന്നെ ഡ്രസ്സ് മേടിച്ച് കഴിയുമ്പോഴേ ഇത് എല്ലാ ദിവസവും എടുത്തിങ്ങനെ ആ ഡ്രസ്സിന്റെ പുതുമ മണമുണ്ട്. അത് ഇട്ട് നടക്കുന്നതൊക്കെ അങ്ങനെ സ്വപ്നം കണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ഓർമ്മയാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് കുളിച്ച് ഈ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പൂവിട്ട് രാവിലത്തെ അമ്മേന്റെ അധികവും ദോശയും കടലക്കറിയൊക്കെ അതിന് ഭയങ്കര രുചിയാണ്. അപ്പൊ അതൊക്കെ കഴിച്ച് പിന്നെ അച്ഛനും അടുക്കളയിലൊക്കെ ഉണ്ടാവുന്നതൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്മമാര് വീട്ടിലുണ്ടാവുന്നതേ. അപ്പൊ അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും എല്ലാരും വീട്ടില് ഭക്ഷണം, എല്ലാരും കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഉച്ച കഴിഞ്ഞിട്ട് അച്ഛൻ ഞങ്ങളെ കൂടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അച്ഛൻ അച്ഛമ്മേനെ കാണാൻ വേണ്ടി പോകും. വൈകുന്നേരം ചിലപ്പം നമ്മളെ വീട്ടിൽ ആള് വരാനില്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോവുക. അധികവും വീട്ടിൽ ആൾക്കാരുണ്ടാവും. അപ്പൊ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഈ അമ്മമ്മേന്റെ വീട്ടിലേക്കും അച്ഛമ്മേന്റെ വീട്ടിലേക്കൊക്കെ വിരുന്ന് പോവുക. പക്ഷെ അതൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊക്കെ അത് ആ ഒരു ഓർമ്മ വരുന്നത്, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നുള്ളത്. ഇപ്പോഴെല്ലാം ഇപ്പോഴും വീട്ടില്, ഞങ്ങളുടെ വീട്ടില് എല്ലാം രാവിലെ എല്ലാവരും എന്താ പറയാ ഈ പറഞ്ഞതുപോലെ തന്നെ അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എല്ലാവരും വന്നെത്തുന്ന ദിവസമാണ്. ഏട്ടനും ഫാമിലിയും അതേപോലെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ഷീമയും മക്കളും എല്ലാവരും ഉണ്ടാവും. അപ്പൊ എല്ലാവരും കൂടെ ഈ കഴിഞ്ഞൊരു വിഷു എന്ന് പറയുന്നത് ആ ഒരു രീതിയിലായിരുന്നു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഒരു സന്തോഷമാണ്. അങ്ങനെ
ഇതേപോലെ തന്നെ ഗീതേച്ചിക്കും പറയാണ്ടാവുമല്ലോ ഓണത്തിന് നിങ്ങളുടെ കണ്ണൂർ സ്റ്റൈൽ ഓണം വേറെ തന്നെ പേര് കേട്ടതാണ്. കണ്ണൂർ സ്റ്റൈലിന്റെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എന്താ വെച്ചാല് നോണ് വരുന്നുണ്ട്. തൃശ്ശൂരെല്ലാം ഗുരുവായൂരിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ തന്നെ എനിക്ക് എന്താ വെച്ചാല് കണ്ണൂക്കാര്, അതായത് കാണം വെറ്റിട്ടായാലും ഓണം ഉണ്ണണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. കാണും വിറ്റിട്ട്. അപ്പൊ ആ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്ത് പറഞ്ഞ ഇറച്ചി എന്താ പറയാ മീനെല്ലാം മേടിക്കാൻ ഭയങ്കര സാമ്പത്തിക പ്രശ്നമില്ല ആൾക്കാരുണ്ടാവും. അപ്പം പച്ചക്കറി എന്തെങ്കിലും വല്ല താളിന്റെ തണ്ട് ഉപ്പേരോ ചീരയോ മുരിങ്ങയിലയോ വീട്ടിൽ തന്നെയുള്ള മത്തനോ കുമ്പളങ്ങയെല്ലാം വെച്ചിട്ടല്ലേ കറി. അപ്പൊ പുറത്തുനിന്നൊരു സ്പെഷ്യൽ സാധനങ്ങൾ, അതായത് നോൺ മാതിരിയുള്ള മീൻ ഇറച്ചി ആ സാധനങ്ങളെല്ലാം മേടിക്കാൻ സാമ്പത്തിക പ്രശ്നമില്ല ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരും എന്തെങ്കിലും കടം മേടിച്ചിട്ടെങ്കിലും ഇറച്ചി മീൻ എല്ലാ വിഭവങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് കണ്ണൂക്കാര്. അതൊരു പേര്. പക്ഷെ ആ ഒരു രീതി മാറിയത് എങ്ങനെയാ വെച്ചാല് ഗുരുവായൂർ നമുക്ക് വീടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താ. അപ്പൊ അന്നേരമാണ് ഇത് ഭയങ്കര ഒരു തെറ്റാണ്. പിന്നെ അതായത് ഓണ സമയത്ത് മീനാ ഇറച്ചിയാന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവും, സദ്യയിലെല്ലാം ഉണ്ടാവും. എന്നാലും ഈ ഒരു ഇറച്ചീന്റെ നല്ല വറുത്തരച്ച ഒരു കോഴിക്കറിയും ഒരു സൈഡിലുണ്ടാവും. അതാണ് സംഭവം. ഏട്ടൻ മനോരമയില് വർക്ക് ചെയ്തിരുന്നു കണ്ണൂര്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പറയും ഓണത്തിനും വിഷുവിനും ഒക്കെ അവിടെ ഈ നോൺ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം അത് വീട്ടിൽ വന്ന് പരീക്ഷിക്കാൻ നോക്കിയപ്പോ അമ്മേന്റെ അടുത്ത് അത് ഓർക്കുന്നുണ്ട്. കാരണം അന്നത്തെ ദിവസം എന്തോ ഒരു ദൈവികമായിട്ടുള്ള ഒരു സംഭവം, ഒരു എന്താ പറയാ ഫുള്ളെല്ലാം വെജിറ്റേറിയൻ ആയിട്ട് ആ സദ്യ ഇങ്ങനെ കഴിക്കുമ്പോഴാണ്. എന്നിട്ട് അതിന്റെ ഒരു കിക്ക് മാറാൻ വേണമെങ്കിൽ പിറ്റേ ദിവസം ചിക്കനൊക്കെ മേടിച്ച് കഴിക്കും. പക്ഷെ അന്നത്തെ ദിവസം എന്തായാലും വെജ് തന്നെ ആയിരിക്കും. ഇപ്പം നമ്മള് പല നാട്ടിൽ പോയി അങ്ങനെ ആയി എന്നാ ചിലപ്പോ ചില വീടുകളില് ചിലവര് ബിരിയാണി വെക്കുന്നവരുണ്ട്. എളുപ്പപ്പണി അതായത് ബിരിയാണിയാണ് മക്കൾക്ക് അതാ ഇഷ്ടം. വെറുതെ ചേനയും കായും മറ്റേ മറിച്ചതെല്ലാം കൂട്ടിക്കൊണ്ടെന്ന് ചിലവർക്ക് അത് കാണുമ്പോ ഈ ഓണത്തിന്റെ ഒരു ചിന്തയെ അങ്ങനെയുള്ള ഈ ഉത്സവങ്ങള് ഇങ്ങനെ ചെറുതായി ഇപ്പൊ പാക്കറ്റില് എല്ലാ വിഭവങ്ങളും വീട്ടിലേക്ക് നേരെ ആകുമ്പോഴത്തേക്ക് വരുന്നതും, എല്ലാവരും രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്ത് ഇടുന്നതും സുഹൃത്തുക്കളൊക്കെ വന്ന് അതൊക്കെയായി മാറിയിട്ടുണ്ട് ഓണം. ഈ ഓണം എന്നൊക്കെ പറയുമ്പോ എല്ലാവരും കൂടെ ചേർന്ന് ഈ കഷ്ണം മുറിക്കുന്നതും തേങ്ങ ചിരവുന്നതും എന്നിട്ട് അത് ഭക്ഷണമായിട്ട് വന്നതും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നിലത്തിരുന്ന് ഇലയിലിട്ട് വിളമ്പി കൊടുക്കുന്നതും അതൊക്കെയാണ് ശരിക്കും ഓണത്തിന് പറയുന്നത്. എല്ലാവരും ഒന്നിച്ച് ചേരുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ അതൊക്കെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആർക്കും അടുക്കളയിൽ കയറാനുള്ള ഒരു ബുദ്ധിമുട്ട്. അധികം ആൾക്കാർ ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ കുട്ടികളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വരികയാണ്. കുട്ടികളൊക്കെ പഠിച്ച് അവര് ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെയാണ്, അവര് ബിസിയാണ്, അതിൽ തെറ്റു പറയാനില്ല. അപ്പോ പക്ഷെ ഇതൊക്കെ ഒരു നന്മയുള്ളൊരു കാലം എന്ന് പറയുന്നത് ഉണ്ട് വേറെ. അതൊന്നും കളയാതിരിക്കുക എന്നുള്ളതാണ്. ശരിയാണ്. എങ്കിലും ഞാൻ പറയുന്നത് ചില പ്രത്യേക ദിവസം വിഷു ഓണം, അതായത് നമ്മൾ അമ്മമാര് ഇപ്പൊ നമ്മള് എന്താ പറയാ അമ്മയായി, ഞാൻ അമ്മൂമ്മയായി. അപ്പം ഈ ഒരു സമയം ഒരു നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതായത് ഓണ പുടവ എടുത്ത് നേരത്തെ വെക്കും, ബ്ലൗസ് അടിച്ചു വെക്കും, മാല എല്ലാം സെറ്റായിട്ട് വെക്കും. പക്ഷെ ഒരു കാര്യമില്ല, എന്താ വെച്ചാൽ വേർത്ത് കുളിച്ച് സാമ്പാർ അവിയല് കൂട്ടുകറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉച്ച വരെ പോവുന്നു. കുറെ ആളെ വിളിച്ചിട്ടുണ്ടാവും. പിന്നെ ഒന്ന് എന്താ പറയാ ഓണപ്പൊട ഒന്ന് ഉടുക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് നമ്മളാകെ എന്നാ നനഞ്ഞൊട്ടിയ കോഴിന്റെ മാതിരി ഉണ്ടാവും, വെള്ളത്തിൽ വീണ പൂച്ചനെ പോലെ, കിണറിൽ വീണെന്ന് പറയും. പിന്നെ ഇതങ്ങോട്ട് ചേരും, ആകെ കൂടെ ഫോട്ടോയിലെല്ലാം ഉണ്ടാവും ഇങ്ങനെ. അപ്പം അത്യാവശ്യം ഞാൻ പറയുന്ന പാർസൽ മേടിച്ചിട്ടും കഴിക്കാം, തെറ്റില്ലാതെ എല്ലാം നമുക്കും ആഘോഷിക്കണ്ടേ. അപ്പൊ 1-2 വർഷമായിട്ട് അങ്ങനെ പ്രവാസം ഇവിടെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി മാവേലി തമ്പുരാനെ കാണുന്നത് പ്രവാസം ഈ ഒരു ഇതാണ്. അത് ഓണം കഴിഞ്ഞ എത്രയോ മാസം എല്ലാ ദിവസവും എന്തെങ്കിലും ഒഴിവുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിലും ബിസി ആയിരിക്കുന്നതുകൊണ്ട് ആയിരിക്കും. പക്ഷെ എന്റെ ഒരു ഓണം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പി കൊടുത്താൽ എന്റെ ഒരു ഓണം പൊട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടം. അല്ലെങ്കിൽ
എനിക്ക് ഭയങ്കര എന്തോ ഒരു കുറ്റബോധം അല്ലേ? എന്താ വെച്ചാൽ ആദ്യം കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ അച്ഛനും അമ്മയും അധികവും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഗിരിയേട്ടന് ലീവ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഞങ്ങള് മൂന്നാള് മാത്രമുള്ള ഓണം എന്ന് പറയുന്നത്. അമ്മയാണെങ്കിൽ എന്നോട് പറയും ഉച്ചയ്ക്ക് ഭക്ഷണം ആരോ കൂടെ ഇരുന്ന് കഴിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ. അപ്പൊ അമ്മയ്ക്ക് ഇവിടെ, അച്ഛനും അമ്മയ്ക്കും ഞാനിവിടെ സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എന്നോട് തലേന്നൊക്കെ പോയിക്കൊള്ളാൻ പറയും. പക്ഷെ വീട്ടിൽ നിന്ന് എന്റെ അമ്മ സമ്മതിക്കൂല. ഇവര് ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് വീട്ടില് രാവിലെ വിളക്കൊക്കെ കത്തിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി മൂന്നാളും കൂടെ വരികയാണെങ്കിൽ അങ്ങനെ വന്നാൽ മതി എന്നുള്ളത് പറയും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ശരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് വരെ ഒരു ഓണം, പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ശരിക്കും ഓണം വരുന്നത്. അങ്ങനെയാണ്. അങ്ങനെ കുറെ ഓണത്തിന്റെ ഓർമ്മകള്. ഒരു ദിവസം രാവിലെ ഇതേപോലെ ഓണം ആയതുകൊണ്ട് പറയാണ്, രാവിലെ ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് കൂടെയാണ് കബനി നദി. അപ്പൊ ഞങ്ങള് രാവിലെ എഴുന്നേറ്റ് പിന്നെ കുളിക്കാൻ പോകാൻ വേണ്ടി, അന്നിപ്പോ എന്തോ ഒരു ഫ്രീഡം കിട്ടിയ മാതിരിയാ, വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ കുളിക്കാൻ വേണ്ടി ഞങ്ങള് മൂന്നാളും കൂടെ കുളിക്കാൻ പോയി. പുഴ കണ്ടാലല്ലേ, ഞങ്ങള് ഫുള്ള് നീന്തി കളിച്ച് അങ്ങനെ വന്ന് കുറെ നേരമായി പോയി. അങ്ങനെ അച്ഛൻ അവിടുന്ന് വടിയും കൊണ്ട് ഈ പുഴക്കരയിൽ വന്നിട്ട് ഓണത്തിന് ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഓണത്തല്ലൊക്കെ കിട്ടിയിട്ടാണ് അന്നത്തെ ഒരു ഓണം ഉണ്ടായിരുന്നത്. അതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഓർമ്മയാണ്. അങ്ങനെ ഓണ ഓർമ്മകൾ എല്ലാവർക്കും രസമാണ്. നാട്ടിലത്തെ ഓണം വേറെ തന്നെയാണ്. ദുബായിലത്തെ പിന്നെ എന്താ പറയാ, ഒരുങ്ങി നമുക്ക് പോവാൻ ഒരുപാട് കുറേ നാള് ഓണസദ്യ, വീക്കെൻഡ് അല്ലെ, മാവേലി ആഘോഷം, പാട്ട് ഡാൻസ്. പാട്ടിന്റെ പറയുമ്പോ മോളുണ്ടെങ്കിൽ ഒരു പാട്ട് പാടിക്കായിരുന്നു ഗൗരിക്കുട്ടി. രസാ പാട്ട്, നല്ല ഓടക്കുഴൽ നാദെന്ന് പറയാം. മോളെ ചെറുപ്പത്തിലേ പാട്ട് പഠിക്കാറുണ്ടായിരുന്നു. അവള് ആക്ച്വലി ഇവിടെ സോപാനം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഡാൻസ് പഠിക്കാനായിരുന്നു ഇഷ്ടം. അപ്പൊ എനിക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവളെ ഡാൻസ് പഠിപ്പിക്കാൻ, നമ്മൾ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട് ഇവള് ഡാൻസിന്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഡാൻസ് കളിക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഈ ഡാൻസിന്റെ പാട്ട് പാടി കളിക്കുന്നത് കൊണ്ട് ഓക്കെ എന്നാ പിന്നെ പാട്ടായിരിക്കും കുറച്ചും കൂടെ. അതിപ്പോ ഷീമയും പറഞ്ഞു പാട്ടാണ് കുറച്ചും കൂടെ നല്ലത്. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചറും പാട്ടിന്റെ ടീച്ചർ അവരെ ഈ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഈ പാട്ടിന്റെ ക്ലാസ് കൊണ്ടിരുത്തും. അപ്പൊ ആ സമയത്ത് ഇവള് പാടുന്നത് കേട്ട് ആ ടീച്ചറും പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഡാൻസ് വിട്ട് പാട്ടിലേക്ക് വന്നവള്. നന്നായി പാടും രണ്ടാളും. അപ്പൂട്ടൻ പിന്നെ ശരിക്കും വെച്ചാൽ ഒരു ടാലന്റഡ് ആയിട്ടുള്ള സിംഗറാണ്. അവൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഒരു 6 വയസ്സൊക്കെ ഉള്ള സമയത്ത് സംഗീതമേ അവരെ സല്ലാപമയൊക്കെ പാടിയിട്ട് പിന്നെ ഞങ്ങളെ നാട്ടിലുള്ള പരിപാടിക്ക് പാടി അവന് ഈ നോട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ ഭയങ്കര പാട്ട് നല്ല ഭംഗിയായിട്ട് അവനും പാടും. പക്ഷെ മടിയാണ് പഠിക്കാനുള്ള പാടിക്കൊടുക്കുന്നത് അല്ലേ? മക്കള് പാടുന്ന പറയുമ്പോ എനിക്ക് തോന്നുന്നു ഷിജീന്റെ സൗണ്ട് നല്ല. അയ്യോ, ഒരു 2 വരി എന്തെങ്കിലും ആയിട്ട് ഓണപ്പാട്ട് എന്തെങ്കിലും പറയാം. ഒരു അഡ്വർടൈസ്മെന്റ് ഞാൻ കേട്ടിരുന്നു. എന്ത് രസമായിട്ടാണ്. എനിക്ക് കുറെ ആഗ്രഹങ്ങൾ, ഒരു സമയത്ത് കുറെ ആഗ്രഹങ്ങൾ ഉള്ള കൂട്ടത്തില് ഉള്ളൊരാഗ്രഹമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു അസോസിയേഷന്റെ ഓണം ഇങ്ങനെ നമ്മുടെ വോയിസ് ഓവർ വേണമെന്ന് പറഞ്ഞ സമയത്ത് കുറെ പേരുടെ എടുത്തിരുന്നു. അപ്പൊ അന്ന് വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് അയച്ചു തന്നു. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാനത് നമ്മുടെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ അത് പിന്നെ അതിനെ കുറിച്ചൊന്നും അറിഞ്ഞില്ല. പക്ഷെ ആ പ്രോഗ്രാമിന് പോയി ചെന്നിരുന്ന സമയത്ത് ഈ വോയിസ് ഇങ്ങനെ കേട്ടപ്പോഴാണ് ഇത് എന്റെ വോയിസ് ആണല്ലോ. അപ്പൊ ഷിജി ഒരു ഓണപ്പാട്ട് പാടിക്കൂടെ? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വെറൈറ്റിക്ക് നമ്മള് രണ്ടാളും കൂടെ അയ്യോ 4 വരി അല്ലേ 2 വരി അല്ലേ പാടി നോക്കാം. ഓക്കെ, അപ്പൊ ഏതാ നല്ലത്? മറ്റേ തിരുവോണം. ഓണം എന്ന് പറയുമ്പോ എല്ലാരും തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. എല്ലാ അമ്മ TV പ്രേക്ഷകർക്കും
ഞങ്ങളുടെ രണ്ടാളുടെയും ഹൃദയം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.